നമ്മൾ ക്ലാസ് 9 ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആയ മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാപ്റ്ററിലെ ഒരു ചെറിയ പോർഷൻ എടുക്കാനാണ്. പാലിയോലിത്തിക് ഏജ്, അതായത് ഫസ്റ്റ് ചാപ്റ്ററിൽ തന്നെ ഫസ്റ്റായിട്ട് നമ്മൾ സ്റ്റോൺ ഏജിനെ പറ്റി പഠിച്ചു. പിന്നെ അതിൽ തന്നെ നമ്മൾ 3 എണ്ണാക്കി ഡിവൈഡ് ചെയ്തു. അതിലുള്ള ഒന്നാണ് പാലിയോലിത്തിക് ഏജ്. ഇത് നമുക്കൊരു സ്റ്റോറിയിലൂടെ ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചാലോ? ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും നമ്മളൊരു സ്റ്റോറിയിലൂടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ഇതിനെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോവാണ്. നമുക്ക് സ്റ്റോറി പറയാം. ഒരു മിന്നു ഉണ്ട്, ഒരു ചിന്നു ഉണ്ട് എന്ന് വിചാരിക്കാം. ഈ മിന്നും ചിന്നും കൂടെ ഇങ്ങനെ ആലോചിക്കുകയാണ് അവരെവിടെ താമസിക്കുമെന്ന്. അപ്പോൾ മിന്നു പറഞ്ഞു നമുക്ക് എവിടെ താമസിക്കാം, ഒരു ഗുഹയുടെ ഉള്ളിൽ താമസിക്കാം, കേവിൻ്റെ ഉള്ളിൽ താമസിക്കാം എന്ന് പറഞ്ഞു. ചിന്നു പറഞ്ഞു നമുക്ക് കേവ് കിട്ടിയില്ലെങ്കിലോ? അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറഞ്ഞു, നമുക്ക് പുറത്ത് എവിടെയെങ്കിലും താമസിക്കാം. അതായത് ലിവിങ് ഇൻ കേവ് ആൻഡ് ഓപ്പൺ സ്പേസസിലോ, ഒന്നല്ലെങ്കിൽ കേവ്സിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഓപ്പൺ സ്പേസസിൻ്റെ ഉള്ളിലോ നമുക്ക് താമസിക്കാമെന്ന് പറയാണ്. അപ്പോൾ പറയാണ് നമ്മൾ എങ്ങനെ ഫുഡ് കഴിക്കും, നമുക്ക് എങ്ങനെ ജീവിക്കാൻ പറ്റും എന്നൊക്കെ ഇങ്ങനെ സങ്കടത്തോടെ ചോദിക്കുമ്പോൾ പറയാണ് എൻ്റെ അടുത്തുണ്ട് എന്തുണ്ട്, നമ്മൾ നല്ല സ്റ്റോൺ ടൂൾസ് ഉണ്ട്, നല്ല ഷാർപ്പായിട്ടുള്ള അങ്ങനെയൊക്കെ പറയാണ്. അപ്പോൾ നല്ല സ്റ്റോൺ ടൂൾസ് ഉണ്ട്. ഈ മിന്നും ചിന്നും പാലിയോലിത്തിക് ഏജിൽ ജീവിക്കുന്ന ആളുകളാണ് കേട്ടോ. നല്ല റഫ് ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള നല്ല സ്റ്റോൺ ടൂൾസ് ഉണ്ട്, അത് വെച്ച് ഞാൻ ഹണ്ട് ചെയ്യും എന്ന് പറയാണ്. എന്ത് ചെയ്യും എന്ന് പറയാണ്, കുക്ക് ചെയ്യാൻ ഇവളുണ്ടല്ലോ. അപ്പോൾ നമ്മൾ ഹണ്ട് ചെയ്യും, കുക്ക് ചെയ്യും എന്നൊക്കെ പറയാണ്. ആൻഡ് ബാൻഡ്സിനെ പറ്റി പറയുന്നുണ്ട്. ബാൻഡ്സ് ആർ ബേസിക് യൂണിറ്റ് ഓഫ് സൊസൈറ്റി. അതായത് നമ്മളെ ബ്ലഡ് റിലേഷനിലുള്ള ആളുകളാണ്. ഒരുപാട് 100, ഒരു സ്മോൾ ഗ്രൂപ്പാണ്. 100-നേക്കാൾ താഴെയും അധികമൊക്കെ ഉള്ള ആളുകൾ ഒരു സ്മോൾ ഗ്രൂപ്പാണെന്ന് പറയുന്നുണ്ട്. അതൊരു ബ്ലഡ് റിലേഷനിലുള്ള ആളുകളാണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബാൻഡ്സിനെ പറ്റി പറയുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ചിന്നു പറയാണ്, നീ സങ്കടപ്പെടണ്ട, ഞാൻ ഹണ്ടിങ്ങിന് പോകും, നീ എന്ത് ചെയ്യണം എന്ന് പറയാം, നീ കുക്ക് ചെയ്യണം, നീ ഫുഡ് കുക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് സന്തോഷത്തോടെ ഇരുന്ന് കഴിക്കാമെന്നൊക്കെ പറയാണ്. അപ്പോൾ നമ്മുടെ ഇത് ഇങ്ങനെ ഇവരെ സ്റ്റോറിയൊക്കെ കേട്ട ഒരാൾ പറയാണ്, എന്താണ് പറയുന്നത്, ഇവരൊരിക്കലും ഫുഡ് സ്റ്റോർ ചെയ്യുന്ന ആളുകളല്ല, ഇവരൊരിക്കലും ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കൊന്നുമില്ല, കിട്ടിയത് അപ്പടി ഇരുന്ന് കഴിക്കും, നല്ല ആക്രാന്തം കൂട്ടിയിട്ട് കിട്ടിയത് അപ്പടി ഇരുന്ന് കഴിക്കുന്നൊക്കെ ഈ കഥ കേൾക്കുന്ന ഒരാൾ പറയാണ്, അല്ലെങ്കിൽ ഇവരെ കൂടെയുള്ള ഒരാൾ പറയാണ്. പിന്നെ പറയും നിങ്ങൾ ശരിക്കും എന്താണ് ഒരു നാടോടികളാണെന്ന് പറയാണ്. അപ്പോൾ നമ്മൾ പാലിയോലിത്തിക് ഏജ് എന്ന് പറയുന്ന ഈ ഒരു സംഭവത്തെ ഈ ഒരു കഥയിലൂടെ നമ്മൾ പഠിക്കുകയാണ്. നമ്മൾ പറയാം യൂസ്ഡ് സ്റ്റോൺ ടൂൾസ് ആണ്, റഫ് ആയിട്ടുള്ള നല്ല സ്റ്റോൺ ടൂൾസ് ആണ് അവർ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലിവിങ് കേവ്സ് ആൻഡ് ഓപ്പൺ സ്പേസസിലാണ് അവർ ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഹണ്ടിങ് ആൻഡ് ഗാദറിങ് ആർ എ മീൻസ് ഓഫ് ലൈവ്ഹുഡ്. അവർക്ക് ഹണ്ടിങ്ങും ഗാദറിങ്ങുമാണ് അവരുടെ ജീവിതം കഴിച്ചു കൂട്ടാൻ അവർക്ക് ഉള്ള ആകെയുള്ള ഒരു ഇതുണ്ടായിരുന്നത്, ഒരു ജോബ് ഉണ്ടായിരുന്നത്. ആൻഡ് ദെൻ നമ്മൾ പറഞ്ഞു ബാൻഡ്സ് എന്താണ്, ഒരു ബ്ലഡ് റിലേഷൻ ആണെന്ന് പറഞ്ഞു. ആൻഡ് ദെൻ മാൻ ദർ എൻഗേജ്ഡ് ഇൻ ഹണ്ടിങ് ആൻഡ് വുമൺ ഇൻ ഗാദറിങ്. ആ കൂട്ടം നമ്മൾ പറഞ്ഞു നമ്മളെ ചിന്നു എന്ത് ചെയ്യാം, പോയി ഹണ്ട് ചെയ്യാം, മിന്നു എന്ത് ചെയ്യണം, ഫുഡ് ഉണ്ടാക്കണം, എന്നിട്ട് സന്തോഷമുള്ള ഫുഡ് കഴിക്കാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അത് കേട്ട ഒരാൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഫുഡ് വാസ് നോട്ട് സ്റ്റോർഡ്. അവരൊരിക്കലും ഫുഡ് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്ന ആളല്ല. നോമഡീസ് ലൈഫ് പ്രിവൈൽഡ്, അതായത് നാടോടികളാണ് അവർ ശരിക്കും എന്താണ്, നാടോടികളാണ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ പാലിയോലിത്തിക്കിനെ പറ്റി പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് മനസ്സിലായോ? എങ്കിൽ ഞാൻ ഇതിൻ്റെ ഫുൾ വീഡിയോൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് കാണുക കേട്ടോ. ബൈ.